ഒരു ഹെൽത്തി സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. രാത്രിയിൽ ഡിന്നറായിട്ട് വരെ ഇത് കഴിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് സവാള, നാരങ്ങ, ചോളം, പോംഗ്രാനൈറ്റ്, കുക്കുംബർ, തക്കാളി, ക്യാരറ്റ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സാലഡിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്ത് അരിഞ്ഞു തുടങ്ങാം. ഞാനിവിടെ ആദ്യം കുക്കുംബറാണ് എടുത്തിരിക്കണേ. കുക്കുംബർ ഇതുപോലെ കാണുന്ന രീതിയിൽ നടുവേ മുറിച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി നമുക്ക് അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായി ക്യാരറ്റ് നടുവേ കയറി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി അരിയാം. ഇനി നമുക്കത് ബൗളിലേക്ക് മാറ്റാം. ക്യാപ്സിക്കം രണ്ടായി പൊളിച്ച് അതിൻ്റെ ഉള്ളിലെ സീഡെല്ലാം കളഞ്ഞ് ഈ കാണുന്നത് പോലെ അരിഞ്ഞു മാറ്റാം. ഇനി അത് ബൗളിലേക്ക് മാറ്റാം. തക്കാളി നടുവേ കയറി അതിൻ്റെ ഉള്ളിലെ സീഡെല്ലാം പുറത്തെടുത്ത് നമുക്ക് ഇതുപോലെ അരിഞ്ഞു മാറ്റാം. തക്കാളി ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള ഈ കാണുന്നത് പോലെ സ്ക്വയർ പീസുകളാക്കി മാറ്റാം. സവാളയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതാണ് ചോളം. ഞാൻ ഈ ചോളം കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. സാലഡിലേക്ക് ചോളം വേവിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാനിത് കൈകൊണ്ട് പൊട്ടിച്ചിടാറാണ് പതിവ്. പക്ഷേ ഞാനൊരു വീഡിയോ റെഫർ ചെയ്തപ്പോൾ ഇതുപോലെ അരിഞ്ഞിടുന്ന ഒരു ഈസി മെത്തേഡ് കണ്ടു. അതാണ് ഇങ്ങനെ അരിഞ്ഞത്. നിങ്ങളെങ്ങനെ അരിയണമെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടുത്തത് പോംഗ്രാനൈറ്റ് ഒരു വലിയ പോംഗ്രാനൈറ്റ് നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ സാലഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയില, അത് ഓപ്ഷണലാണ്. അത് ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നതാണ്. ശേഷം ഒരു നാരങ്ങയുടെ നീര് സാലഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് സാലഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ഫുഡാണ്. നമ്മളിതിൽ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ്, ചോളം, ക്യാപ്സിക്കം, സവാള, തക്കാളി ഇതെല്ലാം കൂടി ചേർന്ന ഒരു സാലഡാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.